الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. وفي رواية لمسلم അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ ഇനി പറയാൻ പോകുന്ന രൂപത്തിലാണ് ഉള്ളത്. മാതബ്നുൻ ലി അബി ത്വൽഹത മിൻ ഉമ്മി സുലൈം. മാതബ്നുൻ ഒരു മകൻ മരിച്ചു. ലി അബി ത്വൽഹ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മകൻ. മിൻ ഉമ്മി സുലൈം ഉമ്മു സുലൈം ബീവിയിലുള്ള മകൻ. അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഉമ്മു സുലൈം ബീവിയിലുള്ള ഒരു മകൻ മരണപ്പെട്ടു. ഫഖാലത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലി അഹ്ലിഹ അവരുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, ലാ തുഹദ്ദിസു നിങ്ങളാരും പറയരുത്, അബാ ത്വൽഹത്ത അബൂ ത്വൽഹയോട് നിങ്ങൾ സംസാരിക്കരുത്, ബിബിനിഹി മകൻ്റെ വിഷയം പറയരുത്, മകൻ മരണപ്പെട്ടു പോയ കാര്യമൊന്നും പറയരുത്. ഹത്താ അകൂന അന ഉഹദ്ദിസുഹു ഞാൻ അതിനെക്കുറിച്ച് മകനെക്കുറിച്ച് പറയുന്നത് വരെ, അപ്പം ഞാൻ പറഞ്ഞോളാം, നിങ്ങളാരും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മരിച്ച വിവരം ഉപ്പാനോട് എന്താ ചെയ്യണ്ട, നിങ്ങൾ പറയണ്ട, ആരും പറയണ്ട, ഞാൻ എന്ത് ചെയ്തോളാം, തഞ്ചത്തിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫജാ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വന്നു. ഫഖറബത്ത് ഇലൈഹി അശാഅൻ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഭക്ഷണം അത്താഴം വിളമ്പിക്കൊടുത്തു. അശാ എന്ന് പറഞ്ഞാൽ അത്താഴം വിളമ്പി കൊടുത്തു. അങ്ങനെ ഫഅക്കല അദ്ദേഹം ഭക്ഷിച്ചു. വശരിബ അദ്ദേഹം വെള്ളം കുടിക്കുകയും ചെയ്തു. സുമ്മ പിന്നെ തസന്നഅത്ത് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ അണിഞ്ഞൊരുങ്ങി. ലഹു അദ്ദേഹത്തിനു വേണ്ടി. അഹ്സനമാ കാനത്ത് തസന്നഉ ഖബ്ല ദാലിക മുൻപ് അണിഞ്ഞൊരുങ്ങുന്ന അവസ്ഥയിലായിരുന്നു, അതിനേക്കാളും മനോഹരമായി അണിഞ്ഞൊരുങ്ങി. മുമ്പൊന്നുമില്ലാത്ത രൂപത്തിൽ ഭംഗിയായി ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ അണിഞ്ഞൊരുങ്ങി. തസന്നഅത്ത് എന്ന അണിഞ്ഞൊരുങ്ങുക. ലഹു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. അഹ്സന ഭംഗിയായ രൂപത്തിൽ. മാ കാനത്ത് തസന്നഉ ഖബ്ല ദാലിക അതിനു മുമ്പ് അവരെങ്ങനെയായിരുന്നോ അണിഞ്ഞൊരുങ്ങിയിരുന്നത് അതിലേറെ ഭംഗിയായി മനോഹരമായി ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി. അങ്ങനെ ഫവഖഅ ബിഹ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവിയുമായി ബന്ധപ്പെടുകയും ചെയ്തു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഫലമ്മ അൻ റഅത് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയപ്പോൾ, അന്നഹു ഖദ്
ഷബിഅ, അദ്ദേഹത്തിന് വിശപ്പ് മാറിയിട്ടുണ്ട്. അതുപോലെ അസാബ മിൻഹ, അവരുമായി ബന്ധപ്പെട്ട് മാനസികമായി സംതൃപ്തനാണ് എന്ന് ഉമ്മു സുലൈം ബീവിക്ക് ബോധ്യപ്പെട്ടപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ കാലത്ത് അവർ പറഞ്ഞു, യാ അബാ ത്വൽഹ, അബൂ ത്വൽഹ, ആ റഅയ്ത, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ലൗ അന്ന ഖൗമൻ, ഒരു വിഭാഗം ആളുകൾ, അആറു, അവർ വായ്പ നൽകി, ആരിയത്തുഹും, അവരുടെ കയ്യിലുള്ള ഒരു സാധനം, അഹ്ല ബൈത്തിൻ, ഒരു വീട്ടുകാർക്ക് വായ്പ നൽകി. അലഹും, എന്നാൽ ഈ വീട്ടുകാർക്ക് അനുവദനീയമാണോ? യംനഉ, അവർ തടഞ്ഞു വെക്കൽ, ഹും, ആ നൽകിയ ആളുകളെ. അപ്പം നമുക്ക് ആരെങ്കിലും, അല്ലെങ്കിൽ ഒരു വീട്ടുകാർക്ക് ഒരാൾ എന്തെങ്കിലും വസ്തുക്കൾ വായ്പ നൽകി, അവർ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കൽ അനുവദനീയമാണോ എന്ന് ചോദിക്കും. കാല, അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, പറ്റൂല, കൊടുക്കണം. അവർ ചോദിക്കണ സമയത്ത് കൊടുക്കണം. അപ്പോൾ ഫഖാലത്ത്, ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഹ്തസിബ് ഇബ്നക, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഫഹ്തസിബ്, അങ്ങ് ക്ഷമിക്കണം, ഇബ്നക, മകൻ്റെ വിഷയത്തിൽ ക്ഷമിക്കണം, ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രതിഫലം ചോദിക്കണം മകൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഐഡിയാപരമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാത്ത ബനുല്ലി അബി ത്വൽഹത്ത മിൻ ഉമ്മി സുലൈം ഫഖാലത്ത് ലിഅഹ്ലിഹാ ലാ തുഹദ്ദിസു, ഹദ്ദസ യുഹദ്ദിസു എന്നാണ് അവിടെ പേര്. അത് 3 അക്ഷരത്തേക്കാൾ കൂടുതലുള്ള ഫീല, സുലാസി മസീദ് ഫീഹി എന്നാണ് അതിന് പറയാം. ഹദ്ദസ യുഹദ്ദിസു, ഹത്താ അക്കൂന, കാന യക്കൂനു, അതിൻ്റെ യക്കൂനു, യക്കൂനാനി, യക്കൂനൂന, അങ്ങനെ വന്നിട്ട് വരുന്നതാണ് അക്കൂനു. അവിടെ നെസ്ബ് കിട്ടിയതാണ്, ഹത്തക്ക് ശേഷം ഒരു അന്ന് മറന്നിട്ട് നെസ്ബ് കിട്ടി. അപ്പോൾ ഹത്ത അക്കൂന, അന ഉഹദ്ദിസുഹു, ഫഖറബത്, അത് മാദിയാഫീലാട്ടോ, ഫഅക്കല വശരിബ, നമുക്ക് പഠിച്ചിട്ടുണ്ട്, സുലാസി മുജറദാണ്. ഹുമ്മ തസന്നഅത്ത്, തസന്നഅ, തഫഅല, സുലാസി മസീദ് ഫീഹിയായ ബാബാണ്. 5 അക്ഷരം ഉണ്ടായിരുന്നു. തസന്നഅ, 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 തസന്നഉ, തസന്നഅത്ത്, തസന്നഅത, അങ്ങനെ ആ വരുന്ന ഭാഗമാണ് തസന്നഅത്ത്. അഹ്സന എന്നുള്ളത് ഇസ്മാണ്, ഇസ്മു തഫ്ലീൽ ഇസ്മാണ്, അത് മാദിയായ ഫീലല്ല. ഇവിടെ ഒരു തസന്നഉ എന്ന് കാണാം, അത് മുദാരിയായ ഫീലാണ്. തതസന്നഉ എന്നുണ്ടാകുക, തതസന്നഉ, ഒരു താ, 2 താ അങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ ഒരു തായിനെ കളയൽ അനുവദനീയമാണ്. നമ്മൾ തനസ്സലുൽ മലായിക്കത്തു എന്ന് കണ്ടിട്ടില്ലേ ഖുർആനിൽ? അവിടെ തതനസ്സലുൽ മലായിക്കത്തു എന്നുണ്ടാകുക. ആ 2 താ വരുന്ന സമയത്ത് ഈ ബാബിൽ നിന്ന് ഒരു തായിനെ കളയൽ അനുവദനീയമാണ്. നാറൻ തലല്ലാ, അവിടെയൊക്കെ തത്തലല്ലാ എന്നുണ്ടാകും. അതേപോലെ ഇവിടെ കളഞ്ഞു പോയതാണ്, തായിനെ കളഞ്ഞു പോയത്. ഫലമ്മ അൻ റഅത് അന്നഹു ഖദ് ശബിഅ അസാബ, 4 അക്ഷരമുള്ള ഫീലാണ് അസാബ കേട്ടോ, സുലാസി മസീദ് ഫീഹിയാണ്. മിൻഹ ഖാലത്ത് യാ അബാ ത്വൽഹ അ റഅയ്ത, ആ ഇസ്തിഫാമിൻ്റെ അക്ഷരാണ്.
റഅയ്ത ലൗ അന്ന ഖൗമൻ അആറു അആറ അആറ അആറു നാലക്ഷരമുള്ള ഫീലാണ്. സുലാസി മസീദ് ഫീയാണ്. ആരിയത്തഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയത്തഹും ഫതലബു മാദിയ ഫീൽ. അലഹും അൻ യംനഊഹും ഖാല ലാ ഫഖാലത് ഫഹ്തസിബ്. അത് അഞ്ചക്ഷരമുള്ള ഫീലാണ്. അത് അംറ് ഫീലാണ്. യഹ്തസബ യഹ്തസിബു. മൻ ഖാമ റമളാനൻ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞല്ലോ, പ്രതിഫലം ആഗ്രഹിക്കുക. അവിടുത്തെ അതിൻ്റെ അംറ് ഫീലാണത്. യഹ്തസിബ്, അങ്ങ് ക്ഷമിച്ച് പ്രതിഫലം തേടണം. ഇബ്നക, മകൻ്റെ വിഷയത്തിൽ. അപ്പോൾ മകൻ മരണപ്പെട്ടു പോയതിൽ വിഷമം വിചാരിക്കരുത്. അപ്പോൾ ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും വലിയ ക്ഷമ നടത്തുന്ന കൈക്കൊള്ളുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലം അങ്ങ് ആഗ്രഹിക്കണം, തേടണം എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഫഖാല, ഖാല റാവി പറയാണ്, റിപ്പോർട്ട് ചെയ്ത ആള് പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു. ഫഗളിബ, അല്ലാഹ്, ദേഷ്യപ്പെട്ടു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. ഉമ്മക്കാല, എന്നിട്ട് പറഞ്ഞു, തറക്തി, നീ എന്നെ ഒഴിവാക്കി, ഈ വിവരം പറയാതെ എന്നെ നീ ഒഴിവാക്കിയല്ലോ. ഹത്താ തലത്തഖ്തു, ഞാൻ മലിനമാകുന്നത് വരെ. ഞാൻ നീയുമായി ബന്ധപ്പെട്ട് ശുദ്ധിയില്ലാത്ത അവസ്ഥയിലാണല്ലോ ഇപ്പോൾ. ഇതുവരെ നീ എന്നോട് പറഞ്ഞില്ല. സുമ്മ അഖ്ബർതിനി, പിന്നീടാണ് നീ എന്നോട് ഈ വിവരം പറയുന്നത്. ബിബിനി, എൻ്റെ മകനെ കുറിച്ച്. എന്താ വന്ന സമയത്ത് പറയാതിരുന്നത്? ഭക്ഷണം കഴിച്ച് ഞാൻ അശുദ്ധനായ ഈ സമയത്താണോ പറയുന്നത്? ഫൻതലഖ, അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി. ഹത്ത, അങ്ങനെ അതാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഫഅഖ്ബറ, അദ്ദേഹം വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരം പറഞ്ഞു. ബിമ കാന, ഉണ്ടായ കാര്യം കൊണ്ട് വിവരം പറഞ്ഞു. സംഗതികളൊക്കെ വിശദീകരിച്ചു പറഞ്ഞു. ഗളിബ മാലിയ ഫീലാണ്. തറക്തി, പെണ്ണായതുകൊണ്ടാണ് തറക്തി. തറക്കു, തറക്കത്ത്, തറക്കത്ത, തറഖ്ന, തറക്ത, അങ്ങനെ പോയിട്ട് തറക്തി. നീ ഹത്ത തലത്തഖ്തു, തലത്തഖു, അതും മാലിയായ ഫീലാണ്. പക്ഷെ അത് 3 അക്ഷരത്തേക്കാൾ കൂടുതലുണ്ട്. തലത്തഖ, സുലാസി മസീദ് ഫീഹിയാണ്. അഖ്ബർതി, അവിടെയും തന്നെ അത് സുലാസി മസീദ് ഫീഹിയാണ്. ബിബിനി ഫൻതലഖ, അതും സുലാസി മസീദ് ഫീഹി, 5 അക്ഷരമുണ്ട്. പിന്നെ കൂട്ടി വായിക്കുന്ന സമയത്ത് അലിഫ് ഉച്ചരിക്കൂല, ഫൻതലഖ എന്ന് വായിക്കും. വസ്ലിൻ്റെ അലിഫാണത്. ഹത്ത അതാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു ബിമാ കാന. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കാശിഫ ഓക്കെ അല്ലേ? ഫീലുകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 3 അക്ഷരമുള്ള ഫീലുകളാണ് നിങ്ങൾ മീസാനിൽ പഠിച്ചിട്ടുള്ളത്. അത് അസില് 3 അക്ഷരമുള്ളതാണ്. അതിൽ സായിദയായതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വേറൊരു അസില് 4 അക്ഷരമുള്ള ഫീലുണ്ട്. അതിൽ സായിദ ഉണ്ടാവില്ല. ആ അസില് 3 അക്ഷരമുള്ള സുലാസി മുജറദ് എന്നാണ് അതിന് പറയാം. അസില് 4 അക്ഷരം ഉള്ളത്, അതായത് സായിദയായ അക്ഷരം ഇല്ലാത്തതിന് റുബായി മുജറദ് എന്ന് പറയും. സുലാസി മസീദ് ഫീഹി എന്ന് പറയും. അതിൽ അസിലിലായ അക്ഷരത്തേക്കാൾ, അസിലിയായ അക്ഷരങ്ങളെക്കാൾ 1, 2, 3 അക്ഷരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാവും. അതിന് സുലാസി മസീദ് ഫീഹി എന്ന് പറയും. അത് 14 ബാബാണ്. അതിൽപ്പെട്ട ഒന്നാണ്
ആദ്യത്തിൽ അലിഫ് വരുന്നത്. അഫ് അല, അഖ്ബറ കണ്ട. സുലാസി മുജറദാകുമ്പോൾ ഖബറ എന്നാണ് വരിക. അത് ഒരക്ഷരം അധികം വന്നപ്പോൾ അഖ്ബറ എന്നായി. ഇവിടെ ത്വലക്ക എന്ന് പറഞ്ഞു, ഇൻ ത്വലക്ക, രണ്ടക്ഷരം അധികമായി. അപ്പോൾ രണ്ടും അസ്ലിയായ 3ഉം 5. അപ്പോൾ ഒരു ഫീലിൽ മാക്സിമം 6 ലെറ്ററുകൾ വരാം, 6 അക്ഷരം. ഇൻ ത്വലക്ക 5ആണ് അതിൽ. ഇസ്തഫ് അല ആണ് അതിൽ 6ഉണ്ട്. ഇസ്തആന, യസ്തഈൻ. അപ്പോൾ ഏതൊരു ഫീല് നമ്മൾ കണ്ടു കഴിഞ്ഞാലും അത് സുലാസിയാണോ റുബായിയാണോ മസീദ് ഫിഹിയാണോ മുജറദാണോ എന്ന് നമുക്ക് മനസ്സിലാവണം. മുജറദ് എന്ന് പറഞ്ഞാൽ സായിദ ഇല്ലാത്തത്, മസീദ് ഫിഹി എന്ന് പറഞ്ഞാൽ അധികമുള്ളത് എന്നർത്ഥം. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഫീലുകൾ കാണാം. അത് കാണുന്ന സമയത്ത് നമുക്കത് സുലാസി മുജറദാണോ മസീദ് ഫിഹിയാണോ എന്ന് മനസ്സിലാവും. അതാണ് നമ്മൾ മീസാൻ കഴിഞ്ഞ അജ്നാസിലും സഞ്ചാനിലൊക്കെ പഠിക്കുക. ഇവിടെ കണ്ടോ തലത്തഹ, തലത്തഹ എന്നുള്ള എത്ര ഉണ്ട്? ത, ല, പിന്നെ 2 ത്വ, 4, ഹ, 5 അക്ഷരമുണ്ട്. ലത്വഹ എന്നാണ് അതിൻ്റെ സുലാസി മുജറദായ രൂപം. അതിൽ 2 അക്ഷരം വർദ്ധിച്ചു വന്നു. അതുപോലെ തന്നെ 4 അക്ഷരം റുബായി മുജറദിലും ചിലപ്പോൾ ഒരക്ഷരം സായിദയായിട്ട് വരും, 2 അക്ഷരം സായിദയായിട്ട് വരും. അത് റുബായി മസീദ് ഫിഹി 4 എണ്ണേ ഉള്ളൂ. എന്നാൽ സുലാസി മസീദ് ഫിഹി 14 എണ്ണം. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ വിശദമായിട്ട് അടുത്ത കിതാബിൽ പഠിക്കും. ഞാനൊരു സൂചന നൽകിയതാണ്. ഓക്കെ. ഫൈസ എവിടെ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. നബി തങ്ങളോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ ലൈലത്തികുമാ. ബാറക അത് മാലിയ ഫീലാണ്. ബറക, ബാറക ഒരു അക്ഷരം അധികമായി, ബാറക ഒരലിഫ്. ബാറക്കല്ലാഹു അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഫീ ലൈലത്തികുമാ നിങ്ങളുടെ 2 പേരുടെയും ഇന്നലത്തെ രാത്രിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഫഹമലത്ത് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ഖാല വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു ഫി സഫരിൻ ഒരു യാത്രയിലായിരുന്നു. വഹിയ മഅഹു ഉമ്മു സുലൈം ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു ഇദാ അത്തൽ മദീനത മിൻ സഫരിൻ യാത്ര കഴിഞ്ഞ് നബി തങ്ങൾ മദീനയിലേക്ക് വരികയാണെങ്കിൽ, മദീനയിലെത്തിയാൽ ലാ യതുറുഖുഹാ തുറൂഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ യതുറുഖുഹാ തുറൂഖൻ രാത്രിയിൽ വീട്ടിലേക്ക് പോകാറില്ലായിരുന്നു. രാത്രിയിൽ വീട്ടിലേക്ക് പോകാറില്ലായിരുന്നു. വീട്ടുകാർ ഉറങ്ങായിരിക്കും. അപ്പോൾ പോയി അവരെ വീട്ടിൽ പോയി ഓരോരുത്തരെ വിളിച്ചടങ്ങാറാക്കാറില്ലായിരുന്നു. രാത്രിയാണ് നബിതങ്ങൾ യാത്ര കഴിഞ്ഞ് മദീനയിലെത്തുന്നത് എങ്കിൽ ലാ യതുറുഖുഹാ തുറൂഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ
വീട്ടിലേക്ക് പോകാറില്ലായിരുന്നു. അങ്ങനെ ഫദനൗ ഇലൽ ഫദനൗ മിനൽ മദീന, മദീനയിലെത്തിയപ്പോൾ, ആ സംഘം, യാത്രാ സംഘം മദീനയിലെത്തിയപ്പോൾ ഫളറബഹൽ മഖാബു, ഫളറബഹൽ മഖാബു, പ്രസവ വേദന ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹക്ക് അനുഭവപ്പെട്ടു. പ്രസവ വേദന തുടങ്ങി. ഫഹ്തബസ അലൈഹ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മഹദിയുടെ അടുക്കൽ നിന്നു. പ്രസവവേദന തുടങ്ങിയ പിന്നെ യാത്ര തുടരാൻ കഴിയില്ലല്ലോ. മദീനയിൽ എത്തിയിട്ടില്ല, മദീനയുടെ അടുത്തെത്തിയപ്പോഴാണ് പ്രസവവേദന തുടങ്ങിയത്. അപ്പോൾ ഫഹ്തബസ അലൈഹ, അവരുടെ അടുത്ത് നിന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, ഭർത്താവ് അവിടെ നിന്നു, അടുത്ത് നിന്നു. പിന്നെ വൻതലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് യാത്ര പോയി. തങ്ങൾ അവിടുന്ന് പോയി. ഖാല, അനസ് റളിയല്ലാഹു പറയാണ്, യഖൂലു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നക, തീർച്ചയായിട്ടും നീ, ലതഅലമു, നിനക്ക് അറിയാം, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ തീർച്ചയായും നിനക്കറിയാം, എന്ത്, അന്നഹു യുഅ്ജിബുനി, എന്നെ സന്തോഷിപ്പിക്കുന്നു, എനിക്ക് താല്പര്യമുള്ള വിഷയമാണെന്ന് നിനക്കറിയാം, അൻ അഖ്റുജ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ യാത്ര പോകൽ. ഇദാ ഖറജ, നബി തങ്ങൾ പോവുകയാണെങ്കിൽ, നബി തങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ നബി തങ്ങളുടെ കൂടെ പോകുന്നത് എനിക്ക് വളരെ താല്പര്യമുള്ളതാണെന്ന് റബ്ബേ നിനക്കറിയാം. അതുപോലെ തന്നെ വ അദ്ഖുല മഅഹു ഇദാ ദഖല, നബി തങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയാൽ, പ്രവേശിച്ചാൽ, അവിടെ എനിക്ക് പ്രവേശിക്കുന്നതും ഞാൻ പ്രവേശിക്കുന്നതും, മദീനയിൽ പ്രവേശിക്കുമ്പോൾ മദീനയിൽ, മറ്റെവിടെയാണെങ്കിലും അവിടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയണതിൻ്റെ മീനിങ്, നബിതങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിലേക്ക് പോകാനും, മദീനയിൽ എത്തിയാൽ എനിക്കും മദീനയിൽ നബിതങ്ങളുടെ കൂടെ എത്തിച്ചേരാനും അതിയായ താല്പര്യമുണ്ടെന്ന് റബ്ബേ നിനക്കറിയൂലേ. ഇപ്പോൾ നിനക്കറിയാമല്ലോ, ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഞാനിവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പ്രതിസന്ധിയാണ് എനിക്ക്, അപ്പോൾ എനിക്ക് പ്രശ്നമാണ് പോകാൻ, ഭാര്യ പ്രസവവേദന അടുത്തല്ലോ, അതുകൊണ്ട് നീ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. തഖൂലു ഉമ്മു സുലൈം, ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബാ ത്വൽഹ, ഏ അബൂ ത്വൽഹ, മാ അജിദുല്ലദീ കുന്തു അജിദ് ഇൻ ത്വലിഖ്, മാ അജിദു, എനിക്ക് അനുഭവപ്പെടുന്നില്ല, അല്ലദീ കുന്തു അജിദു, മുൻപ് എനിക്കുണ്ടായിരുന്ന പ്രയാസം ഇപ്പല്ല, വേദന കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇൻ ത്വലിഖ്, അങ്ങനെ നമുക്ക് പോകാം, ഭാര്യ പറഞ്ഞു. അങ്ങനെ ഫൻത്വലഖ്ന, ഞങ്ങൾ പോയി. വളറബഹൽ മഖാബു, പ്രസവവേദന വീണ്ടും വന്നു. ഹീന ഖദിമ, അവർ മുന്നോട്ട് പോയ സമയം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, വീണ്ടും പ്രസവവേദന വന്നു. ഫവലദത്ത് ഗുലാമൻ, അങ്ങനെ ഒരു ആൺകുട്ടിയെ
പ്രസവിച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഇവിടെ നോക്കണേ, ഹമലത്ത് മാലിയായ ഫീല്. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറിൻ വഹിയ മഅഹു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അത്തൽ മദീനത മിൻ സഫറിൻ ലാ യതുറുഖുഹാ തുറൂഖൻ ഫദനൗ. ദന എന്നാണ് ഫീൽ കേട്ടോ. ദന, ദനയ, ദനൗ. അവിടെ യാ ആയതുകൊണ്ട് കളഞ്ഞു പോയതാണ്. അപ്പോൾ ചില സ്ഥലത്ത് യാവും വാവൊക്കെ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, അലിഫും വാവും യാവും. അവകൾ ചില സ്ഥലത്ത് കളഞ്ഞു പോകും. ഇവിടെ ദനൗ എന്നുള്ളിടത്ത് കളഞ്ഞു പോയതാണ്. മിനൽ മദീന ഫലറബഹ. ലറബ ലറബ ലറബൂ എന്നല്ലേ നമ്മൾ പറയാം. അതേപോലെ ദന, ദനയ, ദനയൂ എന്നല്ല പറയാം. യാ ലൈഫ് ആയതുകൊണ്ട് യാവുമേ ലമ്മത്തും കസ്റത്തൊക്കെ കവിയാണ്. ശക്തമായ ഹർക്കത്ത് ലൈഫായ അക്ഷരങ്ങളുടെ മേൽ വരില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യും? ആ അക്ഷരങ്ങൾ കളയപ്പെടും. അതുകൊണ്ട് ഫഹ്തബസ അതേ ഫീല്. ഇഹ്തബസ യഹ്തബിസു. അത് ഇഫ്തഅല ബാബാണ്. ഇഫ്തഅല യഫ്തഇലു ബാബ. സുലാസി മസീദ് ഫീഹി. ഹബസ യഹ്തബസ. വൻതലഖ തലഖ ഇൻതലഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു. ഖാല യഖൂലു വാവായതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥത്ത് മുമ്പ് പോയത്. യഖൂലു. നമ്മൾ യഫ്ഉലു യഫ്അലു യഫ്ഇലു എന്നല്ലേ പഠിച്ചില്ലേ? ഇവിടെ യഖൂലു. കാന യഖൂനു അങ്ങനെ തന്നെ. ല തഅലമു. ല അത് തഅക്കീദിന് വന്നതാണ് കേട്ടോ. അപ്പോൾ തഅലമു എന്നാണ്. അലിമ യഅലമു. യഅലമു യഅലമാനി അങ്ങനെ ഫീൽ. യുഅ്ജിബുനി. അഅജബ യുഅ്ജിബു. അജിബ എന്നുള്ളതാണ് മാലി സുലാസി മുജറദ്. അതിൻ്റെ അഅജബ യുഅ്ജിബു. അൻ അഖ്റുജ. ഖറജ യഖ്റുജു. അൻ വന്നതുകൊണ്ട് നസ്ബ് ചെയ്യുന്നതാണല്ലോ അൻ. അപ്പോൾ അൻ അഖ്റുജ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ. വ അദ്ഖുല. ഇവിടേക്ക് അത്ഫാണ്. ഈ വാവ് ആൻഡ് എവിടേക്ക്? ഇവിടേക്ക്. അപ്പോൾ അൻ അദ്ഖുല എന്നായിരിക്കും. മാഹു ഇദാ ദഖല. വഖദ് ഇഹ്തബസ്തു. ഇഹ്തബസ്തു. ഇഹ്തബസ. ഇവിടെ ഇഹ്തബസ എന്ന് കണ്ടു നമ്മൾ. ഇതിങ്ങനെ സർഫായി വന്നപ്പോഴാണ് ഇഹ്തബസ്തു ബിമാ തറ. തറ റഅ യറ. റഅ യറ. അതിൽ കുറേ കളഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ഹംസയും കളഞ്ഞു. റഅ എന്നുള്ളതിലൊരു ഹംസ ഉണ്ടല്ലോ. ആ ഹംസ മുദാരി ആയപ്പോൾ കളഞ്ഞു. തറ റഅ യറ. യറ യറയാനി യറൗന. തറ തറയാനി യറൈന. അങ്ങനെ വരെ സർഫാക. തഖൂലു ഉമ്മു സുലൈം യാ അബാ ത്വൽഹത മാ അജിദു. നെഗറ്റീവ് മൻഫിയാണ് മാ. അജിദുല്ലദീ കുൻതു അജിദു. അപ്പം മൻഫിയായ മായും വരും ലായും വരും മുദാരിൻ്റെ മുമ്പിൽ. അജിദു എന്നുള്ള മുദാരിയ ഫീലാണ്. വജദ യജിദു എന്നാണ്. വജദ യജിദു. അപ്പോൾ അവിടെ വാവായതുകൊണ്ട് കളഞ്ഞുപോയി. ഒരക്ഷരം കളഞ്ഞുപോയി. നമ്മൾ പറഞ്ഞല്ലോ വാവും യാ ഒക്കെ ലഈഫായതുകൊണ്ട് ചില സ്വഹീഹായ ലെറ്ററിനില്ലാത്ത ചില പ്രത്യേകതകൾ അവകൾക്ക് വരും. അപ്പം മാ അജിദു നെഗറ്റീവാണത്. മുദാരിയായ ഫീലിൻ്റെ മുമ്പിൽ മാ വന്നാൽ അത് ഹാലിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഇപ്പം എനിക്ക് വേദനയൊന്നുമില്ല. മാജിദു അല്ലത് ഈ കുൻതു അജിദു. എനിക്ക് മുമ്പുണ്ടായിരുന്ന വേദന ഇപ്പല്ല. അത് പ്രസൻ്റാണ്, ഹാലാണല്ലോ. പ്രസൻറ്റ് ടെൻസിനെ സൂചിപ്പിക്കും. ലാ അജിദു അങ്ങനെയും പറയട്ടോ. അത് മുസ്തഖ്ബിലായിരിക്കും, ഫ്യൂച്ചറായിരിക്കും. മുദാരിയായ ഫീൽ രണ്ട് മീനിങ്ങിന് വരുമല്ലോ. ഫ്യൂച്ചറിനും വരും പ്രസൻറ്റിനും വരും. പ്രസൻറ്റിനെ സൂചിപ്പിക്കാനാണ് മാ എന്ന് കൊടുക്കുക. ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനാണ് ലാ എന്നുള്ള നെഫിൻ്റെത് കൊടുക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ കാശിഫ, ഫൈസ, അപ്പോൾ മാ അജിദു ഞാൻ അനുഭവിക്കുന്നില്ല.
അല്ലതീ കുൻതു അജിദു, ഞാൻ മുമ്പ് അനുഭവിച്ചിരുന്നത് ഇപ്പം അനുഭവിക്കുന്നില്ല, എനിക്ക് മുമ്പത്തെ വേദന ഇപ്പല്ല. ഇൻതൊലിക് അമ്ര ഫീൽ ഇൻതൊലിക് ഫൻതൊലഖ്ന, ഇൻതൊലക ഇൻതൊലക ഇൻതൊലഖു അങ്ങനെ വന്നിട്ട് ഇൻതൊലഖ്തു ഇൻതൊലഖ്ന ഞങ്ങൾ പോയി. വളറബഹൽ മഖാലു ഹീന ഖദിമാ ഫവലദത് ഗുലാമൻ. ഖദിമ ഖദിമ ഖദിമു രണ്ടുപേരായതുകൊണ്ടാണ് ഖദിമ എന്ന് പറഞ്ഞത്. ഫവലദത് ഗുലാമൻ ഫഖാലത്ത് ലീ ഉമ്മി, എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ കൂടിയാണ് ആര്? ഉമ്മു സുലൈം, മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയാണ്. അപ്പം എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, യാ അനസു, അനസേ, ലാ യുർദിഉഹു അഹദുൻ, ഈ കുട്ടിക്ക് പാല് കൊടുക്കരുത്, ഒരാളും പാല് കൊടുക്കരുത്. ഹത്താ തഗ്ദുവ ബിഹി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് നീ കൊണ്ടുപോകുന്നത് വരെ. നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നബി തങ്ങളോട് പറഞ്ഞ് അതുവരെ ആരും എന്ത് ചെയ്യരുത്, ഈ കുട്ടിക്ക് മുല കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മ അസ്ബഹ, നേരം വെളുത്തപ്പോൾ, ഇഹ്തമൽതു, ഞാൻ ചുമന്നു കൊണ്ടുപോയി, കുട്ടിയെ കൊണ്ടുപോയി, കുട്ടിയെ, അങ്ങനെ ഫൻതലഖ്തു ബിഹി, കുട്ടിയെ എടുത്തു, എന്നിട്ട് ഞാൻ കുട്ടിയെ കൊണ്ടുപോയി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ബാക്കി കഴിഞ്ഞ ഹദീസിലുള്ളതുപോലെ നബി തങ്ങൾ മധുരം കൊടുത്തു, പേര് വെച്ചു എന്നൊക്കെ പറഞ്ഞത് ബാക്കിയത്. വദക്കറ റസൂലുള്ളാഹി പറഞ്ഞു തമാമൽ ഹദീസ്, ഹദീസിൻ്റെ പൂർത്തീകരണം പറഞ്ഞു. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി, ഈ ഭാഗത്ത് കുറച്ചുകൂടി വിശദീകരണം ഉണ്ട്. നേരത്തെ പറഞ്ഞത് കുറഞ്ഞ ഭാഗമല്ലേ, അതിൻ്റെ ബാക്കി എന്താ, കൊണ്ടുപോയി കുറച്ച് കാരക്ക കൊടുത്തയച്ചു. നബിതങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? കുറച്ച് കാരക്ക ഉണ്ട് നബിയെ. നബിതങ്ങൾ ആ കാരക്ക വാങ്ങി വായിൽ വെച്ച് ചവച്ചു, വായിന്നെടുത്തു, കുട്ടിയുടെ വായിലേക്ക് മധുരം കൊടുത്തു, അബ്ദുള്ള എന്ന പേരും വെച്ചു. ക്ലിയർ അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസാണ്. ക്ഷമയുടെ മഹത്വം വ്യക്തമാക്കി തരുന്ന ഒരു സംഗതിയാണ്. നമ്മളും അങ്ങനെ എന്ത് ചെയ്യണം? ക്ഷമ കൈക്കൊള്ളണം. പല പ്രയാസങ്ങളും ഉണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ ക്ഷമയോടുകൂടെ തരണം ചെയ്യണം. 45 വാൻ നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ ശദീദു, ശക്തവാൻ അല്ല, ബിസ്സുറഅത്തി, സുറഅത്ത് കൊണ്ടല്ല, ഗുസ്തി വിദഗ്ധത കൊണ്ടല്ല. ഗുസ്തി അടുത്ത് നന്നായിട്ട് ഗുസ്തി നടത്തുന്ന ആളല്ല ശക്തവാൻ. ഇന്നമശദീദു, തീർച്ചയായും ശക്തവാൻ എന്ന് പറഞ്ഞാൽ, അല്ലദീ യംലിക്കു, അവൻ നിയന്ത്രിക്കും, നഫ്സഹു, അവൻ്റെ ശരീരത്തിനെ, ഇൻദൽ ഗളബി, ദേഷ്യം വരുന്ന സമയത്ത്. ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ. അല്ലാതെ ഗുസ്തി വിദഗ്ധനോ ഗുസ്തിയിൽ വിദഗ്ധത കാണിക്കലോ ഒന്നുമല്ല യഥാർത്ഥ ശക്തിയുള്ളവൻ. ലൈസ ശദീദു ബിസ്സുറഅതി ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ഗുസ്തി നടത്തുന്ന ആളുകളല്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ ലൈസ, കാനൻ്റെ
സഹോദരിയാണല്ലോ ലൈസ. കാന കാന സ്വാറ അസ്ബഹ അൽഹ അംസ വല്ല മാസാല മാബരിഹ മാഫത്തി മംഫക്ക മാദാമ ലൈസ. ലൈസ ഷദീദു, ലൈസൻ്റെ ഇസ്മാണ് ഷദീദു. ബിസുറഅത്തി എന്നുള്ളത് ജാറു മജ്റൂർ, അതിൻ്റെ ഖബർ. ഇന്നമ ഷദീദു, ഇന്ന തേക്കീദിൻ്റെ അസ്ലാണ്. മാ അതിൻ്റെ ഇന്നൻ്റെ അമൽ മുടക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നൻ്റെ അമൽ ശരിക്കും ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫുമാണ്. പക്ഷെ ഇവിടെ ഇന്നമ ഷദീദു, ഇന്ന ഷദീദ എന്നാണ് വായിക്കേണ്ടത്. മാ അല്ലെങ്കിൽ മാ വന്നതുകൊണ്ട് അമൽ മുടക്കി, അപ്പം ഷദീദ് മുക്ത. അല്ലദീ എന്നുള്ളത് ഖബർ. യംലിക്കു നഫ്സഹു ഇൻദ മുഗ്ളബി, യംലിക്കു മലക യംലിക്കു, മുത്തഫഖുൻ അലൈഹി. വഅൻ സുലൈമാൻ ബിൻ സുറദിൻ റളിയല്ലാഹു അൻഹു ഖാൽ, സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു ജാലിസൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. വറജുലാനി യസ്തബ്ബാനി, ഇസ്തബ്ബ യസ്തബ്ബു ട്ടോ, ഇസ്തബ്ബ രണ്ട് പേർ പരസ്പരം വഴക്കടിക്കുന്നു. രണ്ടുപേര് തമ്മിൽ എന്താകുന്നു? വഴക്ക് കൂടുന്നു. ഞാൻ നബി തങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് കാണുന്നിടത്ത് തന്നെ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? വഴക്ക് കൂടുന്നുണ്ട്. വ അഹദുഹുമ, ആ രണ്ടുപേരിൽ ഒരാൾ, ഖദ് ഇഹ്മറ വജ്ഹുഹു, അദ്ദേഹത്തിൻ്റെ മുഖം എന്തായിട്ടുണ്ട്? ചുവന്നിട്ടുണ്ട്. ഇഹ്മറ വജ്ഹുഹു, അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നിരിക്കുന്നു. അത് ഇഫ് അല്ല, അതും എന്താണ്? സുലാസി മസീദ് ഫിഹിയാണ്. ഇഫ് അല്ല. വംഫത്തഖത്, വീർത്തിരിക്കുന്നു. ഔദാജുഹു, അദ്ദേഹത്തിൻ്റെ കണ്ഠനാടികൾ, നരമ്പൊക്കെ വീർത്തിട്ടുണ്ട് ദേഷ്യം വന്നിട്ട്. കഴുത്ത്, കണ്ഠനാടി എന്ന് പറഞ്ഞാൽ കണ്ടം, കഴുത്തിലുള്ള നരമ്പുകൾ. ദേഷ്യം വന്നിട്ട് മുഖം ചുവന്ന് നരമ്പുകളൊക്കെ വീർത്ത് നിൽക്കുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്നി, നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ല അഅലമു, തീർച്ചയായും ഞാൻ അറിയുന്നവനാണ്, കലിമത്തൻ, ചില പദങ്ങൾ, ചില വാക്കുകൾ, ചില വചനങ്ങൾ എനിക്കറിയാം. ലൗ കാലഹ, അദ്ദേഹം ആ പദം പറഞ്ഞിരുന്നുവെങ്കിൽ, ലദഹബ അൻഹു മാ യജിദു, അദ്ദേഹത്തിനുള്ളത് പോകുമായിരുന്നു. അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ളത് പോകുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം പോകും. ലൗ കാല, അദ്ദേഹം പറയുകയാണെങ്കിൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയാണെങ്കിൽ, ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, റഹബ മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് പോകുന്നതാണ്, മായജിദു, അദ്ദേഹം അനുഭവിക്കുന്നത് പോകും. ദേഷ്യം പോകുന്ന അർത്ഥം. ഇവിടെ മാ എന്നുള്ള നെഗറ്റീവ് അല്ല കേട്ടോ, മാ എന്നുള്ളത് ഒന്ന് എന്നാണ് അർത്ഥം. ഫഖാലൂ, അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ലഹു, അദ്ദേഹത്തിലേക്ക്, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖാല, പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. ഇത് കുറച്ച് വിട്ടാണ് നബി തങ്ങളുള്ളത്. എന്താണ് അവർ പോയി പറഞ്ഞത്? തഅവ്വദ് ബില്ലാഹ്, തഅവ്വദ യതഅവ്വദു, അതിൻ്റെ അമ്രാണ് തഅവ്വദ്. നീ കാവൽ ചോദിക്ക്, ബില്ലാഹി, അള്ളാഹുവിനോട്, മിനശ് ശൈത്താനിർ റജീം, ശൈത്താനുർ റജീമിൽ നിന്നും കാവൽ ചോദിക്കുക. ആട്ടിയോടിക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിക്കപ്പെട്ട ശൈത്താനിൽ നിന്നും നീ കാവലിനെ ചോദിക്കുക. മുത്തഫഖുൻ അലൈഹി. ഇത് പോയി പറഞ്ഞു. അപ്പോൾ നല്ല ദേഷ്യം വരുന്ന സമയത്ത് അതുകൊണ്ട് പല തെറ്റായ കാര്യങ്ങളും ചിലപ്പോൾ സംഭവിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി, ശൈത്താൻ്റെ പ്രേരണയിൽ പെടാതിരിക്കാൻ വേണ്ടി
അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇവിടെ യഹ്മറ യസ്തബ്ബ ഞാൻ പറഞ്ഞു, ഇസ്തബ്ബ യസ്തബ്ബു എന്നാണ് വരിക കേട്ടോ. ഇസ്തബ്ബ യസ്തബ്ബു. സബ്ബ എന്നാണ് ഫീല്. സബ്ബ സബ്ബ ചീത്ത പറയാ, ഷണ്ട കൂടുക, വഴക്കടിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ യസ്തബ്ബാനി ഇഫ്തിആലം ബാബാണ്. യഹ്മറ ചുവന്നു. ഇൻ വന്തഫഖത്ത് വന്തഫഖത്ത് വീർത്തു എന്നാണ്. അപ്പോൾ അവിടെ നഫഖ എന്നാണ് ഫീൽ വരിക. നഫഖ ഇഫ്തിയാലം ബാബ്. ഔദാജുഹു ഞരമ്പുകൾ. നീല അഅലമു കലിമത്തൻ ലൗ ഖാലഹ ല ദഹബ. അതിൻ്റെ ജവാബിലട്ടത് അങ്ങനെ പോകുമായിരുന്നു അദ്ദേഹം അത് പറയുകയാണെങ്കിൽ ല ദഹബ പോകും. അൻഹുമായജിദു അദ്ദേഹത്തിന് എത്തിച്ച ഒന്ന്, അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള ദേഷ്യം പോകും. ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ദഹബ മിൻഹു മാ യജിദു. ഖാലു ലഹു ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ തഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തഅവ്വദ് അംർ ഫീൽ. തഅവ്വദ യതഅവ്വദു ഇതിൻ്റെ അംർ ഫീലാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? വഅൻ മുആദിൻ മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇതും കൂടി പറയാം, ഹദീസ് കൂടി പറയാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഒരാൾ കലമ അവൻ അടക്കി വെച്ചു, ഗൈലൻ ദേശത്തിനെ അടക്കി വെച്ചു. ശക്തമായ ദേശത്തിനാണ് ഗൈൽ എന്ന് പറയാം. അപ്പോൾ നല്ല ദേഷ്യം വന്നു, അതവന് കൺട്രോൾ ചെയ്ത് അടക്കി വെച്ചു. വഹുവ ഖാദിറുൻ അവൻ കഴിവുള്ളവനാണ്, അലാ അൻ യുൻഫിദഹു ആ ദേഷ്യപ്പെട്ട കാര്യം നടപ്പിൽ വരുത്താൻ കഴിവുള്ള ആളാണ്. അപ്പോൾ ദേഷ്യം വന്നാൽ അത് ചെയ്യാൻ പറ്റും, മറ്റവനെ തല്ലാനും ഒക്കെ കഴിവുള്ള ആളാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. എന്നിട്ടും അവൻ എന്ത് ചെയ്തു? അത് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടും അവൻ ദേഷ്യം അടക്കി വെച്ചാൽ ദഅാഹുല്ലാഹു അള്ളാഹു അവനെ വിളിക്കും. സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കും. അലാ റൂസിൽ ഖലായിക് ജനമധ്യത്തിലേക്ക് വിളിക്കും. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയം, അതായത് യൗമൽ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ ശേഷിയുണ്ടായിട്ടും ക്ഷമിച്ച് ദേഷ്യം അടക്കി വെച്ച ആളെ അള്ളാഹു വിളിക്കും. എന്തിനു വേണ്ടി? ഹത്താ യുഖയ്യറഹു അവന് ചോയ്സ് നൽകപ്പെടാൻ വേണ്ടി. മിനൽ ഹൂറിൽ ഈൻ ഹൂറുൽ ഈങ്ങളിൽ നിന്ന് മാഷാ അവൻ ഉദ്ദേശിച്ച അത്ര. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഹൂറുൽ ഈങ്ങളെ സ്വർഗീയ സുന്ദരികളെ തെരഞ്ഞെടുക്കാൻ ചോയ്സ് അവന് നൽകപ്പെടുകയും ചെയ്യും. ഹത്താ യുഖയ്യറഹു മിനൽ ഹൂറിൽ ഈനി. ഹൂറുൽ ഈങ്ങൾ സ്വർഗത്തിലെ സ്ത്രീകളാണ്. കണ്ണ് നല്ല വലുപ്പമുള്ള കണ്ണുകളാണ്. സ്വർഗീയ സുന്ദരികളെ അവന് ഇഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് അവന് നൽകപ്പെടാൻ വേണ്ടി അവനെ ജനമധ്യത്തിലേക്ക് വിളിക്കപ്പെടും. അപ്പോൾ അതൊരു അംഗീകാരമാണല്ലോ. എന്താ എനിക്ക് വേണ്ടത്? എൻ്റെ ആഗ്രഹം നീ നിനക്കിഷ്ടമുള്ള. അപ്പോൾ അത് അവൻ സ്വർഗത്തിലുമാണെന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ്. സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കും. അപ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലെത്തും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഹദീസ്. മൻ കളമ മലയാക്കി വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. അൻഫദ യുൻഫിദു എന്നാട്ടോ. യുൻഫിദ എന്ന് പറയാൻ കാരണം അന്നു വന്നു, ഇവിടെ അന്നു വന്നില്ലേ. അപ്പോൾ നസ്ബീദ് ദഅാഹുല്ലാഹു ദഅാ മലയാഫീല് അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമത്തി ഹത്താ യുഖയ്യറ. ഖയ്യറ യുഖയ്യിറു ഖുയ്യിറ യുഖയ്യറു ഫഅല യുഫഇലു.
അത് സുലാസി മസീദ് ഫീഹി. മിനൽ ഹൂരിൽ ഐനി മാ ഷാ റവാഹു അബൂ ദാവൂദ് വത്തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ. ഓക്കെ, ക്ലിയർ അല്ലേ?